ഹലോ ഡിയേഴ്സ് മക്കളെ, നാളത്തെ ക്രിസ്മസ് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പം മക്കളോട് പറയാനുള്ള കാര്യം, ഇന്നത്തെ മിനി മാരത്തോണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയാതെ പോയ, സമയപരിമിതി മൂലം ഡിസ്കസ് ചെയ്യാൻ കഴിയാതെ പോയ ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നൽകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ. കൺസിഡർ ഓൾ റെക്ടാങ്കിൾസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്ത് എ റോപ്പ് ഓഫ് ലെങ്ത് 1 മീറ്റർ. അതായത് ഒരു റോപ്പ് 1 മീറ്റർ നീളമുള്ള ഒരു കയർ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുന്ന റെക്റ്റാങ്കിൾസ് എല്ലാം പരിഗണിക്കുക. ഓക്കെ, 1 മീറ്റർ കയർ കൊണ്ട് ഉണ്ടാക്കാവുന്ന ചതുരങ്ങളുടെ ഒരു വശത്തിന്റെ നീളം x സെന്റിമീറ്റർ എന്നും ചതുരത്തിനകത്തെ പരപ്പളവ് a ഓഫ് x എന്നും എടുക്കുക. അങ്ങനെയാണെങ്കിൽ എക്സും a ഓഫ് x തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഈ ചതുരത്തിന്റെ നമ്മൾ ഉണ്ടാക്കുന്നത്, റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്നത് 1 മീറ്റർ നീളമുള്ള കയർ ഉപയോഗിച്ചാണ്. ഓക്കെ, 1 മീറ്റർ നീളമുള്ള കയർ ഉപയോഗിച്ച്. ആ 1 മീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ ചുറ്റളവാണ്. പെരിമീറ്റർ ആണ് 1 മീറ്റർ. പക്ഷെ നമുക്ക് മീറ്ററിൽ ചെയ്യുന്നതിനേക്കാൾ നമ്മളെപ്പോഴും അതിനെന്തൊക്കെ സെന്റിമീറ്ററിലേക്ക് മാറ്റാം. ഓക്കെ, 100 സെന്റിമീറ്റർ. ഓക്കെ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. ഇനി മക്കൾ ചെയ്യേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയത്രടാ പെരിമീറ്ററിന്റെ പകുതി. പെരിമീറ്ററിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 50 സെന്റിമീറ്റർ. ശരിയല്ലേ? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 50 സെന്റിമീറ്റർ. അങ്ങനെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 50 ആണെങ്കിൽ ലെങ്ത് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 50 മൈനസ് എക്സ്. ശരിയല്ലേ? ലെങ്ത് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് 50 മൈനസ് എക്സ്. ഇനി ഇതിന്റെ ഏരിയ, പരപ്പളവാണ് a ഓഫ് എക്സ്. ശരിയല്ലേ? റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എ എക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയനെ എക്സ് ഉപയോഗിച്ച് ചെയ്താനാ പറഞ്ഞേ. മക്കളെ നോക്ക്, ലെങ്ത് എക്സ് ആകുമ്പോഴുള്ള ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് എക്സ് ഇൻറ്റു ബ്രെഡ്ത്ത് 50 മൈനസ് എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു 50x മൈനസ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. 50x മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 50x മൈനസ് എക്സ് സ്ക്വയർ. അതാണ് നമ്മളുടെ ഏരിയ. അതിനെ നമ്മൾ എങ്ങനെ എഴുതണം? a ഓഫ് എക്സ് എന്ന് എഴുതണം. a ഓഫ് എക്സ്. ഇനി A10ഉം A40യും സെയിം ആണോ? സെയിം ആണ്. നോക്കിക്കോ, A10 നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 50 into 10 minus 10 square, that is equal to 50 into 10 500 minus 10 into square 100, that is equal to 400. ശരിയല്ലേ? ആണ്. ഇതേ സമയം A40 എന്ന് പറയുന്നത് 50 into 40 മൈനസ് 40 സ്ക്വയർ. 50 into 40 2000. 40ന്റെ സ്ക്വയർ 4ന്റെ സ്ക്വയർ 16, പിന്നെ 2 0 ചെയ്ത് കഴിഞ്ഞാൽ 400. എത്രയാണ്? 400. സോ ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, വൈ? എന്തുകൊണ്ട് ഇത് സെയിം ആകുന്നു? എന്ന് വെച്ചാൽ 10 plus 40 is equal to 50, which is half the perimeter. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, L40 ആകുമ്പോൾ നമുക്കറിയാം ബ്രെഡ്ത്ത് 10 ആയിരിക്കും, ആൻഡ് ലെങ്ത് 10 ആകുമ്പോൾ ബ്രെഡ്ത്ത് 40 ആയിരിക്കും. കാരണം ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാൽ 50 ആണ്. ശരിയല്ലേ? ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാൽ 50 ആണ്. 10ഉം 40യും കൂടെ കൂട്ടിയാൽ 50 ആണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും സെയിം ആകുന്നത്. എന്തുകൊണ്ട് സെയിം ആവുമെന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ പെരിമീറ്ററിന്റെ പകുതിയാണ്. ഓക്കെ, സോ ഏരിയ സെയിം ആയിരിക്കും. ഇനി to get the same number as a of x as when x is taken as 2 different numbers, what would be the relation between the numbers? അതായത് മക്കളെ, a of x എന്ന് പറയുന്നത് എന്തിനാ ഈക്വൽ ആവാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് തമ്മിലുള്ള ബന്ധം, ഓക്കെ, എക്സ് ആയി 2 വ്യത്യസ്ത സംഖ്യകൾ എടുക്കുമ്പോൾ a ഓഫ് എക്സ് ഒരേ സംഖ്യ കിട്ടാൻ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? a ഓഫ് എക്സ് ഈക്വൽ ടു a ഓഫ് y ആകണമെങ്കിൽ എക്സും വൈയും കൂടെ കൂട്ടിയാൽ എന്തായിരിക്കണം? പെരിമീറ്ററിന്റെ പകുതി ആയിരിക്കണം, 50. ഓക്കെ, എക്സും വൈയും കൂടെ കൂട്ടിയാൽ പെരിമീറ്ററിന്റെ പകുതി. ഓക്കെ, എക്സും വൈയും ലെങ്ത്തും ബ്രെഡ്ത്തും വരുന്ന രീതിയിലായിരിക്കണം. പെരിമീറ്ററിന്റെ പകുതി, അതായത് 50 ആയിരിക്കണം. ഈ ഐഡിയ പഠിച്ചു വെക്കണം, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ.
ഇനി ചിത്രത്തിൽ ബി സി എന്ന് പറയുന്നത് ഡി ഇക്ക് സമാന്തരമാണ്. ചിത്രത്തിൽ ബി സി ഡി ഇക്ക് സമാന്തരമാണ്. എ ബി 6 സെന്റിമീറ്റർ, ബി ഡി എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. അതായത് ഈ രണ്ട് ലൈൻ തമ്മിലുള്ള റേഷ്യോ 2:1 ആണ്. എ ബിയും ബി ഡിയും തമ്മിലുള്ള റേഷ്യോ 2:1 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ഡി? എ ഡിന്റെ നീളം കാണാൻ 6ഉം 3ഉം കൂടെ കൂട്ടിയാൽ 9 സെന്റിമീറ്റർ. ഇനി ബി സി എന്ന് പറയുന്നത് മക്കൾ നോക്കിക്കേ, ബി സിയും ഡി ഇയും തമ്മിലുള്ള റേഷ്യോ ചോദിച്ചാൽ മക്കൾ എന്ത് ചെയ്താൽ മതി? 2:2. നോക്കിക്കോ, ഇത് 2. ഇനി ഇതിനോട് ഇതും കൂടെ കൂട്ടിയാൽ 3. 2:3 ആണ്. എത്രയാണ്? 2:3 ആണ്. അപ്പോൾ ബി സി എന്ന് പറയുന്നത് മക്കൾ ആലോചിച്ച് നോക്ക്. ബി സി എന്ന് പറയുന്നത് ഇവിടെ നോക്ക് 2 അല്ലേ കാണിക്കുന്നത്? 2x എന്ന് പറയുന്നത് 2 ആണെങ്കിൽ, സോറി 2 അല്ല, ബി സി 4 ആണ്. 2x എന്ന് പറയുന്നത് 4 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രടാ? എക്സ് എന്ന് പറയുന്നത് 2x 4 ആണെങ്കിൽ എക്സ് 2. എക്സ് 2 ആണെങ്കിൽ ഡി ഇ 3x. ബി സി നോക്കിക്കേ, ബി സി 2, ഡി ഇ 3x. 3x എന്ന് പറയുന്നത് 3 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. ഡി ഇ 6 സെന്റിമീറ്റർ. ഇനി നിങ്ങളോടുള്ള ചോദ്യം, ഇവിടെ എ ബി 5 സെന്റിമീറ്റർ, എ സി 4 സെന്റിമീറ്റർ, ആംഗിൾ എ 30 ഡിഗ്രി, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. നോക്കിക്കോ, എ ബി 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ. ഓക്കെ, ഇങ്ങനൊരു ട്രയാങ്കിൾ ഉണ്ട്. 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, ഈ കാണുന്ന ആംഗിൾ 30 ഡിഗ്രി. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ഇതിന്റെ 1/2 ടൈംസ് പെരിമീറ്റർ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. 1.5 ടൈംസ്. 1.5 ടൈംസ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1/2 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. 3ന്റെ പകുതിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എ ബി സി. ഓക്കെ, എ ബിന്റെ നീളം എങ്ങനെയാ കാണുക? എ ബിന്റെ നീളം 5 അല്ലേ? അപ്പം നമ്മൾ വരയ്ക്കുന്ന ട്രയാങ്കിളിന്റെ പേര് നിങ്ങൾ എന്ത് കൊടുക്കുക? പുതിയ ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കാൻ പോവുക. അതിന്റെ പേര് പി ക്യു ആർ. ഓക്കെ, അതിന്റെ പേര് കൊടുക്കുകയാണ് പി ക്യു ആർ. അപ്പൊ പി ക്യൂവിന്റെ നീളം കാണണമെങ്കിൽ എ ബി 5 അല്ലേ? 5നെ 3/2 കൊണ്ട് ഗുണിക്കാം. 5നെ 3/2 കൊണ്ട് ഗുണിച്ചാൽ 5 × 3 15. 15ന്റെ പകുതി എന്ന് പറയുന്നത് 7.5. 7.5 സെന്റിമീറ്റർ. അതേ സമയം പി ആർ നോക്ക്, എ സിക്ക് പകരം ഈ സൈഡ് എന്ത് വരും? പി ആർ. പുതിയ ട്രയാങ്കിളിന്റെ പേര് പി ക്യു ആർ. പി ആർ കാണാൻ 4നെ 4 × 3/2. 4 × 3/2. 4 × 3 12. 12/2 എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ. ഓക്കെ, 6 സെന്റിമീറ്റർ. ഇനി ആംഗിൾ പി എത്ര വരയ്ക്കുക? ആംഗിൾ പി 30 ഡിഗ്രി. അപ്പോൾ വരയ്ക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം 7.5 സെന്റിമീറ്ററിലെ ലൈൻ വരയ്ക്കുക. 7.5 സെന്റിമീറ്റർ. ഇനി പ്രൊട്ടാക്ടർ ഉപയോഗിച്ച് 30 ഡിഗ്രി വരയ്ക്കുക. പിന്നെ 6 സെന്റിമീറ്റർ സ്കെയിലിൽ എടുക്കുക. 6 സെന്റിമീറ്റർ സ്കെയിലിൽ എടുക്കാം, അല്ലെങ്കിൽ കോമ്പസിൽ എടുക്കാം. ഓക്കെ, 6 സെന്റിമീറ്റർ. ഇവിടുന്ന് ഇവിടെ വരെയാണ് 6 സെന്റിമീറ്റർ എങ്കിൽ ആ പോയിന്റ് ഒക്കെ ജോയിൻ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് കംപ്ലീറ്റ് ആവുന്നതാണ്. കൃത്യമായിട്ട് മക്കളെ ശ്രദ്ധിച്ചിരുന്നോ? ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു ക്വാഡ്രിലേറ്ററലിന്റെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പാരലലോഗ്രാം ആയിരിക്കും എന്ന് നിങ്ങൾ തെളിയിക്കണം. ഇവിടെ നോക്ക്, ഇവിടെ എസും ആറും പാരലലോഗ്രാമിന്റെ സൈഡുകളാണ് എ ഡി, ശരിയല്ലേ? എ സി 10 ആണെങ്കിൽ പി ക്യു എത്രയാന്നാ ചോദിച്ചത്. പി ക്യു എത്രയാ നോക്കിക്കോ മക്കളെ. ഇവിടെ എ ബിന്റെ മധ്യബിന്ദുവാണ് പി, അതുപോലെ ബി സിന്റെ മധ്യബിന്ദുവാണ് ക്യു. അപ്പൊ പിയും ക്യൂവും മധ്യബിന്ദുക്കളാണ്. നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്ക്, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ 2 സൈഡിന്റെ മധ്യബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വരയാണ് പി ക്യു. അപ്പൊ പി ക്യൂവിന്റെ നീളം 10ന്റെ പകുതി 5 സെന്റിമീറ്റർ. ഓക്കെ, 5 സെന്റിമീറ്റർ. ഇനി ഈ ഒരു ചിത്രം വെച്ചിട്ട് നമ്മൾ തെളിയിക്കാൻ പോവാണ്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? കൃത്യമായിട്ട് മക്കളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. എല്ലാവരും നോക്കോ മക്കളെ. എനിക്കറിയാം സാധാരണ ഞാൻ എടുക്കുന്ന ഒരു ലെവലിലുള്ള ക്ലാസ് അല്ല ഇത്, അല്ലേ? സാധാരണ ഞാൻ എടുക്കുന്ന ക്ലാസ് ഇങ്ങനെ അല്ല ഉണ്ടാവാറ്. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന 1:45 ആയിട്ടുണ്ട്.
കാരണം ഇതൊന്ന് ലൈവിൽ ചെയ്തു തരണം എന്ന് വിചാരിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നമ്മുടെ സൈലം ക്ലാസ് 9 എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഓൾറെഡി ഓണം എക്സാം സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിലുള്ള ക്ലാസ്സുകളാണ്. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് തപ്പിയെടുക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ചെയ്തു തരുന്നത്. സോ നിങ്ങൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുക. നാളത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഓക്കെ, അപ്പം എല്ലാവരും ശ്രദ്ധിക്കോ. മക്കളെ ശ്രദ്ധിച്ചേ. PQRS are the midpoints. മലയാളം മീഡിയം എന്ത് ചെയ്താ? ഓഫ് ദ സൈഡ്സ്. പിയും ക്യൂവും ആറും എസും എന്താണ്? മിഡ് പോയിന്റ്സ് ആണ്, വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് പിയും ക്യൂ ആറും എസും. പിയും ക്യൂവും ആറും എസും എല്ലാം എന്താണ്? വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്താം? ഈ ത്രികോണം ABC പി ആൻഡ് ക്യൂ മധ്യബിന്ദുക്കളാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ PQ ഈസ് ഈക്വൽ ടു എന്താണ്? AC-ന്റെ പകുതി. ആലോചിച്ച് നോക്ക്, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്താൽ PQ AC-ന്റെ പകുതിയാണ്. ശരിയല്ലടാ? ഈ ട്രയാങ്കിളുകൾ നോക്കി നോക്ക്. അതില് AC എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈഡ്, രണ്ട് സൈഡിലെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്നവരാ മൂന്നാമത്തെ വശത്തിന്റെ പകുതിയാണ്. അതുപോലെ ഇൻ ട്രയാങ്കിൾ അതുപോലെ തന്നെ എന്താ? PQ എന്ന് പറയുന്നത് AC-ക്ക് പാരലലുമാണ്. ശരിയല്ലേ? PQ AC-ക്ക് സമാന്തരമാണ്. രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കളെ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും മൂന്നാമത്തെ വശത്തിന്റെ പകുതിയുമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. The line joining the midpoints of any two sides of a triangle is parallel to the third side and is half of the third side. അല്ലെങ്കിൽ is half of it. ശരിയല്ലേ? ശരിയല്ലേ? Line joining the midpoints of any two sides of a triangle is parallel to the third side and is half of it. എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? ഇൻ ട്രയാങ്കിൾ ADC നോക്കിക്കോ, SR is parallel to AC. SR is equal to AC/2. AC-ന്റെ പകുതിയാണ് SR. അതുകൊണ്ട് തന്നെ മക്കളെ നിങ്ങൾക്ക് ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രം 1 and 2 ഈ രണ്ടും അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമായാൽ അതെന്താണ്? സമാന്തരികമാണ്. Therefore PQRS is a parallelogram. ഓക്കെ, എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായതിനാൽ PQRS ഒരു സാമാന്തരികമാണ്. ഓക്കെ, PQRS ഒരു സാമാന്തരികമാണ്. ഈ എഴുത്തൊക്കെ മനസ്സിലാവുന്നുണ്ടോടാ? ഒന്നുകൂടി എഴുതരാം. ഓക്കെ, എതിർ വശങ്ങൾ സമാന്തരവും തുല്യവും ആയതിനാൽ PQRS ഒരു സാമാന്തരികമാണ്. സെറ്റ് മനസ്സിലാക്കാം. Okay, opposite sides are parallel and equal. Therefore we can say that PQRS is a parallelogram എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ചോദ്യം. ഓക്കെ, ഇതും കൂടെ കഴിഞ്ഞാൽ ഈ വീഡിയോ കഴിഞ്ഞു. 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. 4 വർഷം മുമ്പ് റഹീമിന്റെ 4 വർഷം മുമ്പുള്ള പ്രായത്തിനെ കുറിച്ചാണ് പറയുന്നത്. റഹീമിന് ഇപ്പോൾ വയസ്സ് X ആണെങ്കിൽ, രാമുവിന്റെ പ്രായം Y ആണെങ്കിൽ 4 വർഷം മുമ്പ് റഹീമിന് പ്രായം X-4, രാമുവിന്റെ പ്രായം Y-4. ശരിയല്ലേ? റഹീമിന് ഇപ്പോൾ പ്രായം X, രാമുവിന് Y.
റഹീമിന്റെ 4 വർഷം മുമ്പത്തെ പ്രായം x-4. 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങായിരുന്നു. ഓക്കെ, ഇപ്പോൾ റഹീമിന് x, അങ്ങനെയാണെങ്കിൽ 4 വർഷം മുമ്പ് റഹീമിന്റെ വയസ്സ് എത്രയാ? x-4. രാമുവിന് ഇപ്പൊ വയസ്സ് y. 4 വർഷം മുമ്പ് y-4. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x-4 is equal to 3 into y, 3y, 3 into 4, 12. ഓക്കെ, ഇനി x മൈനസ് 3y ഇങ്ങോട്ട് വരുമ്പോൾ -3y, ഇവിടെ -12 ഉണ്ട്, -4 ഇങ്ങോട്ട് വരുമ്പോൾ +4. നിങ്ങൾ നോക്ക്, -4 എപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ +4. ഇനി ഇവിടെ നോക്ക് -12 ഇപ്പുറത്തേക്ക് വരുമ്പോൾ സോറി 3y ഇപ്പുറത്തേക്ക് വരുമ്പോൾ -3y. ശരിയല്ലേ? അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എനിക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എടുത്ത് എഴുതാണ് x-3y is equal to -12 4 കൂടെ കൂട്ടിയാൽ -8. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നോക്കിക്കോ, 2 വർഷം കഴിയുമ്പോൾ, ഇപ്പോൾ x 2 വർഷം കഴിയുമ്പോൾ റഹീമിന്റെ വയസ്സ് x+2, രാമുവിന്റെ പ്രായം y+2. ഇതെന്താകും? ഇത് 2 മടങ്ങാകും. രാമുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാകും റഹീമിന്റെ പ്രായം. മൾട്ടിപ്ലൈ ചെയ്തോ, 2 into y, 2y, 2 into 2, 4. That is equal to x+2. x 2y ഇങ്ങോട്ട് വന്നാൽ -2y, 4 ഇവിടെ ഉണ്ട്. മക്കളെ നോക്കിക്കോ, +2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -2. ശരിയല്ലേ? +2 അപ്പുറത്തേക്ക് പോകുമ്പോൾ -2. അതേപോലെ 2y ഇപ്പുറത്തേക്ക് വരുമ്പോൾ -2y. തന്നിട്ടുള്ള കാര്യം വെച്ചിട്ട് ഇക്വേഷൻ ഉണ്ടാക്കുക. നോക്കിക്കോ, x-2y is equal to 4 2 കുറച്ചാൽ 2. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി 2 ഇക്വേഷൻസ് എടുത്ത് സോൾവ് ചെയ്യുക. x-2y ചെയ്താൽ 2, x-3y is equal to എത്രയാ നോക്ക്, -8. ഇതാണ് 2 ഇക്വേഷൻസ്. ഈ 2 ഇക്വേഷൻസ് മക്കൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എക്സിന്റെ എണ്ണം സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറയ്ക്കാം. -2y നോക്കിക്കോ, -2y മൈനസ് ഇവിടെ ആരുള്ളത് -3y is equal to 2 -8. ശരിയല്ലേ? തമ്മിൽ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷൻ കുറയ്ക്കണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, -2y മൈനസും കൂടെ എന്താകും? പ്ലസ് ആകും. +3y is equal to 2 - -8. 2 - -8 എന്ന് പറഞ്ഞാൽ 2 + 8 10. 3y 2y കുറച്ചാൽ y is equal to 10. ഓക്കെ, അപ്പൊ രാമേട്ടന്റെ വയസ്സ് എത്രയാ? രാമേട്ടന് 10 വയസ്സ്. രാമുവിന് 10 വയസ്സ്. രാമുവിന്റെ വയസ്സ് 10 ആണെങ്കിൽ നമുക്ക് കാണേണ്ടത് റഹീമിന്റെ വയസ്സല്ലേ? നമുക്ക് കാണാമല്ലോ, ശ്രദ്ധിച്ചോ. x-2y is equal to എത്രയാടാ? 2. ശരിയല്ലേ? ഇതിൽ നിങ്ങൾ എക്സിന് പുട്ട്, മക്കളെ നോക്കിക്കോ, ഇവിടെ നമ്മൾ എന്താ കണ്ടേ? y is equal to 10. yക്ക് 10 എന്ന് കൊടുക്കാം. ഓക്കെ, yക്ക് 10 കൊടുത്താൽ എക്സിന്റെ വാല്യൂ കിട്ടും. അത് മക്കൾ സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് ഇന്ന് 7 മണിക്ക് മാരത്തോൺ ഉണ്ട്, മെഗാ മാരത്തോൺ ഉണ്ട്. അതിൽ നിങ്ങൾ എല്ലാവരും വരിക. നാളെ രാവിലെ 6 മണിക്ക് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ട്, അതിലും വരിക. ഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ ക്രിസ്മസ് എക്സാം തകർക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണാം. ഇപ്പോൾ സമയം 1:54. ഇപ്പം ഞാൻ പോയിട്ട് ഇനി കിടന്നുറങ്ങട്ടെ. ബൈ.